നടൻ നാദിർഷായുടെ പൂച്ച ചത്തത് ഹൃദയാഘാതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ വലിഞ്ഞു മുറുകിയാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പാടുകൾ ജഡത്തിലില്ല. ജില്ലാ വെറ്ററിനറി മേധാവി പോലീസിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. ദുരൂഹത ഒഴിഞ്ഞ സാഹചര്യത്തിൽ കേസ് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പോലീസ്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇതിപ്പോൾ നാദിർഷാ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയുകയാണോ? സ്മൃതി, നാദിർഷ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്നുള്ളത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും നേരത്തെ നാദിർഷയുടെ വളർത്തുപൂച്ചയായ ചക്കരയുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹത നിലനിൽക്കുകയായിരുന്നു. നാദിർഷ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളുടെ മാമംഗലത്ത് പ്രവർത്തിക്കുന്ന എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്ന സ്വകാര്യ ഹോസ്പിറ്റലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നത്. നാദിർഷ പറഞ്ഞിരുന്നത് നേരത്തെ ഗ്രൂമിങ്ങിനായിട്ടാണ് വളർത്തുപൂച്ചയെ അവിടേക്ക് കൊണ്ടുവരുന്നത്. ഗ്രൂമിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാഷ് ചെയ്യും. അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാർ പൂച്ചയെ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതാണ്. അതായത് കഴുത്തിൽ ചരടിട്ട് വലിച്ചതാണ് മരണകാരണമെന്നുള്ളതാണ്. അന്ന് തന്നെ ആശുപത്രി അധികൃതർ ഈ ആരോപണം നിഷേധിച്ചിരുന്നു. ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത് അനസ്തേഷ്യ നൽകിയോടുകൂടി പൂച്ചയ്ക്ക് ജീവൻ നഷ്ടമാവുകയായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ നാദിർഷ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. പ്രധാനമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനായി കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജില്ലാ വെറ്റിനറി മേധാവി പോലീസിന് കൈമാറിയിരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് പൂച്ചയ്ക്ക് നേരത്തെ തന്നെ ഹൃദ്രോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഹൃദയാഘാതമാണ് മരണകാരണമെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ കഴുത്തിൽ വലിഞ്ഞു മുറുകിയാൽ ഉണ്ടാകുന്ന പാടുകളൊന്നും തന്നെ ജഡത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ദുരൂഹത ഒഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസ് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പാലാരിവട്ടം പോലീസ് എത്തിയിരിക്കുന്നത്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.